ഇടുക്കിയിൽ ഇപ്പോൾ സംഘർഷമുണ്ടായിരിക്കുന്നു. ജയനസ് രാജു, ജയൻ, എന്താണ് സംഭവിച്ചത്? അഭിലാഷ്, ഈ കൊട്ടിക്കലാശവുമായി ബന്ധപ്പെട്ട് ഓരോ പാർട്ടികൾക്കും ഓരോ മുന്നണികൾക്കും പ്രത്യേക സ്ഥലം പോലീസ് തിരിച്ചു നൽകിയിരുന്നു. ഇപ്പോൾ ആ സ്ഥലവുമായി ബന്ധപ്പെട്ട തർക്കമാണ് ഇപ്പോൾ നടക്കുന്നത്. LDF പ്രവർത്തകർ UDF പ്രവർത്തകർക്ക് നിശ്ചയിച്ചിരിക്കുന്ന സ്ഥലത്തിന് സമീപത്തേക്ക് എത്തി അല്ലെങ്കിൽ അങ്ങോട്ട് കടക്കാൻ ശ്രമിക്കുന്നു. അതിനെ പോലീസ് തടയേണ്ടതാണ്. LDF പ്രവർത്തകർ ആദ്യ ഘട്ടം മുതൽ തന്നെ മുന്നോട്ട് വരുന്നുണ്ടായിരുന്നു. അവസാനമാണ് ഇപ്പോൾ UDF പ്രവർത്തകർ ഇങ്ങോട്ടേക്ക് എത്തിയിരിക്കുന്നത്. ഇതുവരെ UDF സ്ഥാനാർത്ഥി D. കുര്യാക്കോസ് ഇങ്ങോട്ട് എത്തിയിട്ടില്ല. തൊടുപുഴ ഗാന്ധി സ്ക്വയറിലാണ് ഈ മൂന്ന് മുന്നണികളുടെയും കൊട്ടിക്കലാശം തീരുമാനിച്ചിരിക്കുന്നത്. LDF സ്ഥാനാർത്ഥി ജോയിസ് ജോർജ് കട്ടപ്പനയിലാണ്. അദ്ദേഹം നേരിട്ട് ഇവിടുത്തെ കൊട്ടിക്കലാശത്തിൽ പങ്കെടുക്കുന്നില്ല. മറ്റ് രണ്ട് സ്ഥാനാർത്ഥികൾ തൊടുപുഴയിലെ കൊട്ടിക്കലാശത്തിൽ നേരിട്ട് പങ്കെടുക്കുന്നുണ്ട്. ഇപ്പോൾ UDF പ്രവർത്തകർ ഇങ്ങോട്ട് എത്തിയതേ ഉള്ളൂ. അതുമായി ബന്ധപ്പെട്ടാണ് ഇപ്പോൾ തർക്കമുള്ളത്. പ്രത്യേകിച്ച് JCB ഒക്കെ ഉപയോഗിക്കുന്നതിനെതിരെ വലിയ പ്രതിഷേധം JCB ഉപയോഗിച്ചുകൊണ്ട് D. കുര്യാക്കോസിന്റെ വലിയ ഫ്ലെക്സുകൾ ഉയർത്താൻ UDF പ്രവർത്തകർ പ്രസിഡന്റുണ്ട്. അതുമായി ബന്ധപ്പെട്ടാണ് ഇപ്പോൾ തർക്കം ഉണ്ടായിരിക്കുന്നത്. LDF പ്രവർത്തകർ മുന്നോട്ട് തള്ളി UDF പ്രവർത്തകർക്ക് സമീപത്തേക്ക് എത്താനായിട്ടാണ് ശ്രമിക്കുന്നത്. അതിനെ പോലീസ് പൂർണ്ണമായി തടഞ്ഞിരിക്കുകയാണ്. പക്ഷേ ബലപ്രയോഗം ഇപ്പോഴും നടക്കുന്നുണ്ട്. അങ്ങനെ ചിലയിടങ്ങളിൽ സംഘർഷം രൂപപ്പെടുന്നു. അപ്പോഴും മറ്റിടങ്ങളിലൊക്കെ തന്നെ ആവേശം പരകോടിയോളം എത്തുകയാണ്. അങ്ങനെ കൊട്ടിക്കയറുന്നു. 6 മണിയോടുകൂടി അത് കൊട്ടി ഇറങ്ങുകയും വേണം. അങ്ങനെ ആവേശമാണ് പല ജില്ലകളിൽ നിന്ന് നമുക്ക് കാണാൻ. കേരളത്തിന്റെ അങ്ങനെ വോട്ടുത്സവം അങ്ങനെ പെരുത്ത ഉത്സവമായി മാറുന്നു. വോട്ടുത്സവം മലപ്പുറത്ത് നിന്നുള്ള ദൃശ്യങ്ങൾ. മലപ്പുറത്ത് സ്ഥിതിഗതികൾ ശാന്തമായോ? അരുൺ, മലപ്പുറത്ത് എന്താണ് കാണുന്നത്? അരുണിനെ ഉടൻ നമുക്ക് മലപ്പുറത്ത് നേരത്തെ മുതലേ സംഘർഷമുണ്ട്. പോലീസ് അവിടെ അത്യധ്വാനം ചെയ്യുകയാണ്. പ്രവർത്തകർ ആവേശത്തിര തീർക്കുന്നു. LDF സ്ഥാനാർത്ഥി വസീഫിനെ കാണാം. മറ്റ് മുന്നണി സ്ഥാനാർത്ഥികൾ എത്തിയോ തുടങ്ങിയ കാര്യങ്ങൾ അറിയേണ്ടതുണ്ട്. ചിലയിടത്ത് നേരിയ സംഘർഷം. പ്രവർത്തകരുടെ പ്രതീക്ഷ അതാ എഴുതി വച്ചിരിക്കുന്നു. പാർലമെന്റിൽ ഇടിമുഴക്കം തീർക്കാൻ ആ പ്രതീക്ഷയോടെ തന്നെ ഓരോ സ്ഥാനാർത്ഥികളെയും അവതരിപ്പിക്കുമ്പോൾ അവർക്കായി മലപ്പുറത്ത് ഇടിമുഴക്കമായി മാറില്ലേ? ഇടിമുഴക്കം ആ രീതിയിലേക്ക് അവർ ചേരി തിരിഞ്ഞ് നിൽക്കുന്ന കാഴ്ച. അരുൺ, എന്താണ് മലപ്പുറത്തുണ്ടായ സംഘർഷം? അവസാനിച്ചില്ലേ? പ്രവർത്തകർ ചേരി തിരിഞ്ഞ് മുദ്രാവാക്യം വിളിക്കുന്നു. സ്ഥാനാർത്ഥിയുടെ അടുത്ത് നിന്ന് പോലും പ്രവർത്തകർ അങ്ങോട്ടും ഇങ്ങോട്ടും ചേരി തിരിഞ്ഞ് മുദ്രാവാക്യം വിളിക്കുന്നുണ്ട്. ആർഷോയെ കാണാം. എന്താണ് സംഭവിക്കുന്നത് മലപ്പുറത്ത്? ഉൾപ്പെടെ നേരിട്ടിടപെട്ടാണ് ഈ സംഘർഷത്തിലേക്ക് പ്രവർത്തകർ പോകരുതെന്ന് പ്രവർത്തകരോട് ആഹ്വാനം ചെയ്തത് മൈക്ക് വഴി. ഈ വസീഫിന്റെ ആർഷോ ഉൾപ്പെടെ നിലകൊള്ളുന്ന വാഹനം നമുക്ക് കാണാം. അതിന് തൊട്ടപ്പുറത്ത് UDFന്റെ വാഹനവുമുണ്ട്. ഈ രണ്ട് പ്രവർത്തകരും തമ്മിലാണ് അങ്ങോട്ടും ഇങ്ങോട്ടും ഇടയ്ക്കിടയ്ക്ക് വാക്കേറ്റം ഉണ്ടാകുന്ന സാഹചര്യം ഉണ്ടായത്. ചെറിയ രീതിയിൽ സംഘർഷത്തിലേക്ക് പോകുമ്പോഴേക്കും പോലീസിന്റെ ഒരു ഇടപെടലുണ്ടാവുന്നു. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഇന്നലെ കളക്ടർ ഉൾപ്പെടെ വാർത്താ സമ്മേളനം വിളിച്ച് കുറച്ച് ക്രമീകരണങ്ങളുണ്ട്. പക്ഷേ അതിലേക്കൊന്നും പോലീസിന് അത് കാര്യപ്രാപ്തിയോട് അത് കാര്യക്ഷമമായി തന്നെ നടപ്പാക്കാൻ സാധിച്ചോ എന്നൊരു ചോദ്യം അവിടെ ബാക്കിയാകുന്ന തരത്തിലാണ് ഇപ്പോൾ ഇവിടെ പ്രവർത്തകരുടെ ഒഴുക്ക് നിയന്ത്രണ വിധേയമാകാത്ത സാഹചര്യം തന്നെയാണ്. അത്തരത്തിൽ ഇരു വാഹനങ്ങൾക്കും മുമ്പിലായി പ്രവർത്തകർ നിലകൊള്ളുന്നു. സ്ഥാനാർത്ഥി ഉൾപ്പെടെ നേരിട്ട് ഇടപെട്ട പ്രവർത്തകരോട് ശാന്തനാവാൻ ആഹ്വാനം ചെയ്യുന്ന കാഴ്ചയാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത്. വസീഫ് ഉൾപ്പെടെ ജീപ്പിന് മുകളിലായി നിൽക്കുന്നത് നമുക്ക് കാണാം. അവരെ പ്രവർത്തകർ മധ്യത്തിലായി നിൽക്കുന്നു. പ്രവർത്തകരും പോലീസ് ഇരുവർക്ക് നടുവിലായി നിലയുറപ്പിച്ചിട്ടുണ്ട്. പക്ഷേ ഇടയ്ക്കിടയ്ക്ക് സ്ഥിതി സംഘർഷത്തിലേക്ക് പോകുന്ന ഒരു സാഹചര്യമാണ് ഈ കുന്നുമ്മൽ ടൗണിൽ ഉള്ളത്. ആവേശത്തിരയിളക്കം. അതിനിടെ സംഘർഷം. ET മുഹമ്മദ് ബഷീറിന് വേണ്ടിയും വസീഫിന് വേണ്ടിയും രണ്ട് മുന്നണികളുടെയും പ്രവർത്തകർ ചേരി തിരിഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും മുദ്രാവാക്യം മുഴക്കുന്നു. നേരിയ സംഘർഷം. ഇടുക്കിയിലും ഇതുപോലെ നേരിയ സംഘർഷം. ഈ രണ്ട് ദൃശ്യങ്ങൾ പ്രേക്ഷകർ സ്ക്രീനിന്റെ ഇടത്തും വലത്തുമായി കണ്ടത് ഇടുക്കിയിലെയും മലപ്പുറത്തെയും ദൃശ്യങ്ങളാണ്. ബാക്കി എല്ലായിടത്തും സമാധാനപരമായ തിരഞ്ഞെടുപ്പ് പ്രചരണം അതിന്റെ അവസാനത്തെ മണിക്കൂറിലെത്തുന്നു. ഇനി 5-7 53 മിനിറ്റുകൾ മാത്രമാണ് ഇനി പ്രചാരണം അവസാനിക്കാൻ ഉള്ളത്. തൃശ്ശൂരിൽ കെ മുരളീധരനെ കണ്ടോ? കെ മുരളീധരനെ കാണാൻ തൃശ്ശൂരിൽ KSUവിന്റെ അടക്കം പതാകകൾ
ആലവട്ടങ്ങൾക്ക് നടുവിലായി കെ മുരളീധരൻ കടന്നെത്തുന്നു തൃശ്ശൂരിലേക്ക്. പക്ഷേ അഭിലാഷ്, ഈ ആവേശം എന്തിന്റെ സൂചനയാണ്? കടന്നു കയറുമോ പോളിംഗ് ശതമാനത്തിലും ഈ ആവേശത്തിലെ ഇളക്കം? കടന്ന് കയറേണ്ടതാണ്. ഒന്നാം ഘട്ടത്തിൽ ബീഹാർ അടക്കമുള്ള ഇടത്ത് പോളിംഗ് കുറവായിരുന്നെങ്കിൽ കേരളത്തിൽ അങ്ങനെ ആയിരിക്കില്ല എന്ന് ഈ ആവേശം വ്യക്തമാക്കുന്നു. ശക്തമായ ത്രികോണ മത്സരം